അത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കണക്ടിവിറ്റി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങോട്ട് വാഹനങ്ങൾ എത്താതെ അല്ലെങ്കിൽ യന്ത്രങ്ങൾ എത്താതെ തിരിച്ച് ആളുകളെ എത്തിക്കാനുള്ള വാഹനങ്ങൾ എത്താതെ രക്ഷാപ്രവർത്തനം ഒരിക്കലും പൂർണ്ണ തോതിലാകില്ല. അതുകൊണ്ട് ആ പാലം പുനഃസ്ഥാപിക്കുക താൽക്കാലികമായിട്ടെങ്കിലും എന്നതാണ് ഇന്നലെ പുലർച്ചെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു. സൈന്യം അതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടത്തുന്നു. സാധനങ്ങൾ വലിയ ട്രക്കുകളിലൊക്കെയായി ഇന്ന് ചൂരൽമലയിൽ എത്തിച്ചിരുന്നു. അവർ അത് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കൂടുതൽ യന്ത്രസഹായത്തോടെയുള്ള തെരച്ചിലിനായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കാം. അവിടെ നിന്ന് വാഹനങ്ങൾ ഇന്നൊക്കെ നമ്മൾ കണ്ടതാണ്, മൃതദേഹങ്ങളൊക്കെ അപ്പുറത്ത് അവൈലബിളായ ഒരു വണ്ടിയിൽ പുഴയുടെ കരയിൽ എത്തിച്ച കയറിൽ കെട്ടിയൊക്കെ മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം അത്തരത്തിൽ കൊണ്ടുവന്ന് ഇപ്പുറത്ത് നിന്ന് എടുത്തു പോകുന്ന കാഴ്ചയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. ഈ കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ചാൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം നടക്കും. കുറച്ചുകൂടി സുഗമമായി രക്ഷാപ്രവർത്തനവും അങ്ങോട്ടുള്ള യാത്രയും നടക്കുമെന്നതാണ്. അത് എത്രയും പെട്ടെന്ന് ശരിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഈ മുണ്ടക്കൈയിൽ ഇനിയും പോയി തിരയേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മുണ്ടക്കൈ ടൗണിലാണ് ഇന്ന് വൈകുന്നേരം വരെ കൂടുതൽ തെരച്ചിൽ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്കും ജനവാസ മേഖലകളുണ്ട്. പുഞ്ചിരിമട്ടം നമ്മൾ കഴിഞ്ഞ ഉരുൾപൊട്ടിയതിന്റെ ഒരു 1.5 കിലോമീറ്റർ താഴെ മരങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന ഇടത്ത് ധാരാളം മൃതദേഹങ്ങൾ കിടക്കുന്നതായി ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ദൃക്സാക്ഷി. ഈ ട്രോമാ കെയർ പ്രവർത്തകർ ഇന്ന് തന്നെ അവിടുന്ന് ഒരു 9 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതുവരെയും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളൊക്കെ ഇനിയുമുണ്ട് അല്ലേ മധു? ആ സ്ഥലം എനിക്ക് തോന്നുന്നു വെള്ളാർമല വില്ലേജ് ഓഫീസ്. നമ്മുടെ റിപ്പോർട്ടർമാർ ഇന്ന് ഉച്ച മുതലൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. വെള്ളാർമല വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുമ്പോൾ ഈ പുഴയിലേക്ക്, ഈ പാലത്തിലേക്കും അതുപോലെ ചൂരൽമല അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഇടത്തുഭാഗത്തെ ഒരു കുന്നിലേക്ക് കയറി വീണ്ടും ഈ പുഴയുടെ കരയിലേക്ക് തന്നെ എത്തുന്ന ഒരു റോഡുണ്ട്. അതാണ് വെള്ളാർമല വില്ലേജ് ഓഫീസ് റോഡ്. അത് ആ വില്ലേജ് ഓഫീസിൻ്റെ സമീപം വലിയ ജനവാസ മേഖലയാണ്. മുൻപ് 2018 പ്രളയത്തിലൊക്കെ അവിടെ വലിയ രീതിയിൽ വെള്ളം കയറി അരപ്പൊക്കത്തിൽ ചെളി നിറഞ്ഞ വീടുകളുടെ അകത്തൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഭാഗത്ത് ഈ പുഴയിൽ നിന്ന് അന്ന് വെള്ളം കയറിയിരുന്നു. പക്ഷേ അത് പ്രളയം സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു മേഖല അതാണ്. മാത്രമല്ല മുകളിൽ നിന്നൊക്കെ ഈ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന പലരുടെയും മൃതദേഹങ്ങൾ അവിടെയാണ് കൂടുതലായി ഉണ്ടായത്. ഇന്നലെ നമ്മൾക്ക് ആ മേഖലയിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ. പക്ഷേ രക്ഷാപ്രവർത്തകർ എന്നോട് പറഞ്ഞിരുന്നു, വില്ലേജ് റോഡിൽ നിന്ന് 21 മൃതദേഹങ്ങളാണ് ഒറ്റയടിക്ക് പെട്ടെന്നുള്ള ഒരു തെരച്ചിലിൽ കണ്ടെടുത്തത് എന്ന ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നുമൊക്കെ അപകടത്തിൽപ്പെട്ട ആളുടെ മൃതദേഹങ്ങൾ അവിടെ ഈ മരങ്ങളൊക്കെ തടസ്സമായി കിടന്നതുകൊണ്ട് അവിടെ തങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അത്രയും മൃതദേഹങ്ങൾ അവിടെ വന്നത്. എന്തായാലും ആ ഭാഗത്ത് ഇനിയും തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. തെരച്ചിൽ എവിടെയും എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ ആ ഭാഗത്തുണ്ടായിരുന്ന റിപ്പോർട്ടർമാർ തന്നെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും ആ ഭാഗത്തെ തെരച്ചിൽ തന്നെ പൂർത്തിയാക്കാൻ. അതും കടന്ന് പോയാലാണ് പിന്നീട് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം നേരത്തെ മാർഷൽ പറയുന്നുണ്ടായിരുന്നു. മാർഷൽ അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക്